സ്ത്രീകളിൽ ഉണ്ടാവുന്ന വെള്ളപ്പോക്ക്, അതായത് ലുക്കോറിയ, പല ആളുകളും ഇതിനെ ഒരു അസ്ഥിയുരുക്കം അല്ലെങ്കിൽ എല്ലുരുക്കം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺസേൺഡ് ആയിട്ട് വരാറുണ്ട്. അതായത് എല്ല് ഉരുകിയാണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പല കൺസേണോട് കൂടി വരാറുണ്ട്. അപ്പൊ ശരിക്കും ഇത് നോർമൽ ആണോ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് അബ്നോർമൽ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കണ്ടീഷൻസിലാണ് ഇത് നോർമൽ എന്ന് നമ്മൾ ആദ്യം പറയാം. അതായത് ടീനേജ് പെൺകുട്ടികളിൽ സാധാരണയായിട്ട് ഇത് മെൻസസ് ആവാനാവുമ്പോൾ, ഫസ്റ്റ് മെൻസസ് അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ലുക്കോറിയ കാണാറുണ്ട്, വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി മെൻസസ് തുടങ്ങിയ സ്ത്രീകളിലാണെങ്കിൽ മെൻസസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതുപോലെ തന്നെ മെൻസസ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും ഇതുപോലെ വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. പിന്നെ ഓവുലേഷൻ ടൈമിലും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സെക്ഷലി ആക്റ്റീവായ സ്ത്രീകളിലും ഇതുപോലത്തെ ഡിസ്ചാർജുകൾ വരാറുണ്ട്. ഇതൊക്കെ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഇത് എല്ല് ഉരുകി വരുന്നതോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ യൂട്രസിലും വജൈനയിലും അതുപോലെ യൂട്രസിന്റെ ഒരു ഭാഗമായ സെർവിക്സിലൊക്കെ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിനൊരു പ്രൊട്ടക്റ്റീവ് പർപ്പസും കൂടി ഉണ്ട്. അതായത് നമ്മളെ ഒരു പ്രൈവറ്റ് പാർട്സിൽ രോഗാണുക്കൾ തടയുക എന്നുള്ളൊരു പ്രൊട്ടക്റ്റീവ് പർപ്പസ്, അതുപോലെ ലൂബ്രിക്കേഷൻ പർപ്പസ്, ഇങ്ങനെ പല പർപ്പസും ഈ വൈറ്റ് ഡിസ്ചാർജിന് നോർമലി ഉണ്ട്. ഇത് എപ്പോഴാണ് അബ്നോർമൽ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് അതിന്റെ അളവ് വളരെ കൂടുതലായിട്ട് വരിക. സാധാരണയായിട്ട് ഇത് അണ്ടർവേഴ്സിൽ ജസ്റ്റ് നനവാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചെറിയൊരു ക്ലോട്ട് പോലെ ഒരു വൈറ്റ് കളറിലോ അല്ലെങ്കിൽ യെല്ലോയിഷ് വൈറ്റ് കളറിലോ ക്ലോട്ട് പോലെ ഉണ്ടാകുന്നതാണ് നമ്മൾ ലുക്കോറിയ എന്ന് പറയുന്നത്. ഇത് അമിതമായിട്ട് അളവിൽ വരികയാണെങ്കിൽ അതൊരു അബ്നോർമാലിറ്റി ആണ്. അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ല് ഉണ്ടാവും, ഒരു ഫിഷി ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത സ്മെല്ല് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് പാർട്സ് ചൊറിച്ചിലുണ്ടാവുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അടിവയറിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒക്കെ പെയിൻ ഉണ്ടാവുന്നെങ്കിൽ, ഇതൊക്കെ ഒരു അബ്നോർമാലിറ്റി ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഓർഗൻസിലോ യൂട്രസിലോ അല്ലെങ്കിൽ സെർവിക്സിലോ ഒക്കെ ഉള്ള ഇൻഫെക്ഷൻസ് മൂലം, അല്ലെങ്കിൽ വജൈനയിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ മൂലമാണ് ഇത്തരം അബ്നോർമാലിറ്റീസ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ, അതുപോലെ തന്നെ ഇതിന് കളർ മാറ്റം ഉണ്ടെങ്കിൽ, സാധാരണ നമ്മൾ പറഞ്ഞപ്പോൾ യെല്ലോയിഷ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്, അതൊരു ഗ്രീനിഷ് കളർ ആവുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് യെല്ലോ കളർ ആവുകയോ, അത് അണ്ടർവേഴ്സ് ഒക്കെ സ്റ്റെയിനിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇതിന്റെ അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ ഇത്ര അബ്നോർമാലിറ്റീസ് ഉണ്ട് എങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അതല്ല എങ്കിൽ ഇതൊരു നോർമൽ കണ്ടീഷൻ ആണ്, ഫിസിയോളജിക്കലി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്.